വീണ്ടും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മളൊരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യുന്നത്. അത് നമ്മൾ ചക്ക കൊണ്ടാണ് ഈ പാൻ കേക്ക് റെഡിയാക്കുന്നത് കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് തന്നെ, അതുപോലെ വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. ഇത് കണ്ടോ, ഇതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണത്. തീർച്ചയായിട്ടും കുട്ടികൾക്കും അതുപോലെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പി കൂടിയിട്ടാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, ഇപ്പം ചക്കൻ്റെ സീസൺ ആയതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 2-3 വീഡിയോസും ചക്ക കൊണ്ടുള്ള റെസിപ്പീസാണ് കേട്ടോ ഇട്ടത്. അപ്പോൾ ഞാനത് പ്ലേലിസ്റ്റിലും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കണമെങ്കിൽ പ്ലേലിസ്റ്റിൽ നിന്നും വീഡിയോസ് എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം, ഇതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം അല്ലേ. ആദ്യം തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ മീഡിയം സൈസുള്ള ജാറാണ് കേട്ടോ എടുക്കേണ്ടത്. അതിലേക്ക് 2 ചക്കച്ചുള ചേർത്ത് കൊടുക്കാം. നല്ല പഴുത്ത ചക്കച്ചുളയാണ്, അത് 2 ചേർത്ത് കൊടുത്തു. പിന്നീട് ഗോതമ്പ് ചേർത്ത് കൊടുത്തു. നമുക്ക് മൈദയും ചേർക്കാം, പക്ഷേ നമ്മുടെ ഒന്നുകൂടെ ഹെൽത്ത് വൈസ് ആലോചിക്കുമ്പോൾ ഗോതമ്പല്ലേ നല്ലത്. പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുത്തു. പഞ്ചസാര നിങ്ങളുടെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര കേട്ടോ. അതുപോലെ തന്നെ തേന് ചേർത്ത് കൊടുക്കുക. തേനിപ്പോൾ ഇവിടെ ഞാൻ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്ര വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ ആക്കിയിട്ട് കുറയ്ക്കാവുന്നതാണ് കേട്ടോ. അതോടെ ചേർത്തു. അതിനുശേഷം ഒരു മുട്ട പൊട്ടിച്ചത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഏലക്ക അതും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്ക് പാല്, നല്ല തിളപ്പിച്ചിട്ടുള്ള പാലാണ്, ചൂടില്ലാത്ത നല്ല തിളപ്പിച്ച പാല്, അതൊരു 1/2 ഗ്ലാസ് ഞാനിപ്പോൾ ചേർത്തത്. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ചേർത്തിയാൽ മതി, കാരണം ഒരുപാട് ലൂസായി പോകരുത്. നമുക്ക് ദോശമാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി, നമ്മൾ ദോശമാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ ഇതുപോലുള്ള കൺസിസ്റ്റൻസിയിൽ നമ്മുടെ മാവ് ഇതുപോലെ തയ്യാറാക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. അതൊരു 1/2 സ്പൂൺ തൊട്ട് 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഈ മാവിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇളക്കണം കേട്ടോ. പിന്നീട് നമുക്ക് എല്ലാ പാൻ കേക്ക്സും റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ആദ്യം ഒരു ഫ്രൈയിങ് പാന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ആദ്യം ഒരു തവി ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമ്മൾ ദോശ പോലെ പരത്തരുത്, ഒഴിച്ചിട്ട് ഒരു സൈഡ് മേളത്തെ ഭാഗം റെഡിയാകുമ്പോൾ നമുക്കതിന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് കണ്ടോ, ഇതുപോലെ മേലെ ഇങ്ങനെ ബബിൾസ് പോലെയൊക്കെ വരും. ഈ സമയത്ത് നമുക്ക് അതിനെ തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ എടുത്ത ക്വാണ്ടിറ്റിയിൽ നിന്ന് ഒരു 5 പാൻ കേക്കാണ് എനിക്ക് റെഡിയാക്കാൻ പറ്റിയത്. ഈ ഒരു വലുപ്പത്തിലുള്ള 5 പാൻ കേക്ക്സാണ് റെഡിയാക്കാൻ പറ്റിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഈ മറിച്ചിട്ട് കഴിഞ്ഞിട്ട് ഈ സൈഡും ഇതുപോലെ നന്നായിട്ടൊന്ന് ബ്രൗൺ കളറാകുമ്പോൾ നമുക്കതിന് ഗ്യാസ് ഓഫ് ആക്കാം. ഒരു ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് തന്നെ റെഡിയാക്കി എടുത്താൽ മതി, മൂടി വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ഗ്യാസ് ഓഫ് ആക്കിയിട്ട് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ പാൻ കേക്ക്സും നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ട്, അതുപോലെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് മാത്രം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പി കൂടിയിട്ടാണിത്. തീർച്ചയായിട്ടും നിങ്ങൾ ചക്ക വീട്ടിലുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഒരു നല്ല ഫ്ലേവറാണ് നമ്മുടെ പാൻ കേക്കിന് ചക്ക കൂടെ ചേർത്തുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക്സ് അറിയിക്കാനും വിട്ടുപോകരുത്. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഫേസ്ബുക്ക് പേജും ഒന്ന് ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും കൂടി വിട്ടുപോകരുത് കേട്ടോ. നമുക്ക് നല്ല നല്ല വീഡിയോസായിട്ട് ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.